അപ്പൊ നത്തിങ് ഫോൺ 2 അങ്ങനെ വൈകാതെ തന്നെ വരാൻ പോവുകയൊക്കെയാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് കാൾപായ് ഇവിടെ ഇപ്പൊ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ട്വിറ്ററിൽ. ഈ ഒരു ഫോൺ ജൂലൈ 11-നായിരിക്കും ലോഞ്ച് ആകാൻ പോകുന്നത്, രാവിലെ 11 മണിക്ക് ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിംഗിൽ. അപ്പൊ വൈകാതെ തന്നെ ഈ ഒരു ഫോൺ ഇവിടെ ലോഞ്ച് ആവുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ ഒരു വർഷത്തിന് ശേഷം തന്നെ ഈ ഒരു ഫോൺ ലോഞ്ച് ആവുകയാണ് നത്തിങ് ഫോൺ 1 വെച്ച് നോക്കുമ്പം. അടുത്തത് ഈ ഒരു ഫോൺ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണ്. ഇവിടെ ഓൺ ലീക്സിന്റെ സൈഡിൽ നിന്ന് ഇവിടെ ക്യാറ്റ് റെൻഡേഴ്സ് ഒക്കെ ഉണ്ട്. ഇവരുടെ ഇവിടെ റെൻഡേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് ട്രസ്റ്റബിൾ ആണ്. അപ്പോൾ ഇവര് അൺഒഫീഷ്യൽ ഫോൺസിന്റെ ഇവിടെ ഒഫീഷ്യൽ റെൻഡേഴ്സ് ഒക്കെ ഇറക്കുന്ന പാർട്ടികളൊക്കെയാണ്. അപ്പൊ എന്ന് വെച്ചാല് ഇപ്പൊ കുറെ കേസ് മാനുഫാക്ചറേഴ്സ് ഇവർക്ക് ഇൻഫോർമേഷൻ ഒക്കെ ഷെയർ ചെയ്യും, പറഞ്ഞ ഫോണിന്റെ ഡിസൈനും സംഭവങ്ങളൊക്കെ. അപ്പൊ ഇവർക്ക് അതൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഈ ക്യാറ്റ് റെൻഡേഴ്സ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ് നത്തിങ് ഫോൺ 1 വെച്ചൊക്കെ നോക്കുമ്പോൾ. നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഗ്ലിഫ് ഇന്റർഫേസിനകത്ത് കുറച്ച് ഇവിടെ മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ 3 റിയർ ക്യാമറാസ് ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ ഉള്ളു വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചേഞ്ചസ് ഉള്ളത് ഇതിന്റെ LED ഫ്ലാഷിനകത്തൊക്കെയാണ്. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഡുവൽ LED ഫ്ലാഷ് ഒക്കെ ഉണ്ടാകാൻ പോവുകയൊക്കെയാണ്. അത് തന്നെ അല്ലാതെ അലേർട്ട് സ്ലൈഡർ ഒക്കെ ഈ ഒരു ഫോണിൽ ഇനി വരാനൊക്കെ പോവുകയാണ്. ബാക്ക് സൈഡ് ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ചെറിയൊരു ബട്ടൺ പോലൊരു സംഭവമൊക്കെ ഉണ്ട്. ചിലപ്പം എനിക്ക് തോന്നുന്നു അലേർട്ട് സ്ലൈഡർ ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൾപായ് ആണ് ഇവിടെ OnePlus ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ഫോണുകളിനകത്തൊക്കെ അലേർട്ട് സ്ലൈഡർ ഒക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ അല്ലാതെ പുള്ളിക്കാരൻ ഒരു ഐഫോൺ ഫാനും കൂടെ ആയതുകൊണ്ട് ഈ ഒരു ഫോണകത്ത് അലേർട്ട് സ്ലൈഡർ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നതുണ്ട്. അപ്പൊ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓർമ്മയുണ്ടെങ്കിൽ ഫോൺ 1-നകത്ത് ഇവിടെ നിങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുമ്പം ബാക്ക് സൈഡിൽ ഒരു റൗണ്ടിൽ ഒരു റെഡ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു റൗണ്ടിൽ ഒരു റെഡ് ലൈറ്റ് ഇനിയിപ്പോ റെക്ടാംഗിൾ ഷേപ്പ് ആവാൻ പോവുകയാണ്. ആ ഒരു ചേഞ്ചും കൂടെ ഒക്കെ ഉണ്ട് ഇപ്രാവശ്യം. പിന്നെ ഗ്ലിഫ് ഇന്റർഫേസ് അത് ഇവിടെ നിങ്ങൾക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉള്ളൂ, ബാക്കി ഇവിടെ ഒന്നുമില്ല. പിന്നെ ഏകദേശം ഫോണൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ ചേഞ്ച് ആണ് ഈ ഒരു ഫോണിന്റെ സൈഡ് ഫ്രെയിംസിനകത്ത്. അപ്പൊ സൈഡ് ഫ്രെയിംസ് ഇനി മുതൽ iPhone 6 ടൈപ്പ് ആവാൻ പോവുകയാണ്. നേരത്തെ ഇവിടെ നിങ്ങൾ ഫോൺ 1 നോക്കുകയാണെങ്കിൽ കുറെ പേര് ഇതിനെ വിമർശിച്ചിട്ടുള്ളത്, പറഞ്ഞാൽ iPhone 12-ന്റെ അതേ ഒരു സൈഡ് ഫ്രെയിം ആണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം അവര് iPhone 6-ന്റെ അതേ സെയിം സൈഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സൈഡ്സ് ഒക്കെ ആയിരിക്കും ഇപ്രാവശ്യം വരാനൊക്കെ പോകുന്നത്. ഇതൊക്കെയാണ് ഓവറോൾ ഡിസൈൻ ആൻഡ് ലുക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ. അടുത്തതിലോട്ട് പോവാണ് ഈ ഫോണിന്റെ സ്ക്രീൻ. അപ്പൊ സ്ക്രീൻ സൈസും ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആകാൻ പോവാണ്. 6.7 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരാൻ പോകുന്നത്. പക്ഷെ ഈ ഫോണിന്റെ സ്ക്രീനിന്റെ ഇപ്രാവശ്യത്തെ ബ്രൈറ്റ്നെസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ പോവുകയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഫോൺ 1 ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, കുറെ ഇവിടെ കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഫോണിന്റെ ബ്രൈറ്റ്നെസിനെ പറ്റി. അത് അവർ ഈ വർഷമൊക്കെ മാറ്റി എടുക്കാനൊക്കെ പോവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 1200 നിറ്റ്സിന്റെ ഇവിടെ പീക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഇവിടെ സോഫ്റ്റ്വെയർ വഴി 700 നിറ്റ്സ് വരെയൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു ഫോണിന്റെ ബ്രൈറ്റ്നെസ്. അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ ഇവിടെ കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു ഈ ഒരു സ്ക്രീനിനെ പറ്റി. പക്ഷെ അവസാനം പിന്നെ നത്തിങ്കാര് പറഞ്ഞത് ഈ ഒരു ഫോണിന്റെ ബാറ്ററി കൺസപ്ഷനും ഹീറ്റിംഗും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഫോണിന്റെ സ്ക്രീൻ ബ്രൈറ്റ്നെസ്സിനകത്തേക്ക്. ഇതിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് ചിലപ്പം അഡാപ്റ്റീവ് റിഫ്രഷിന്റെ ഓപ്ഷൻ ഈ ഒരു ഫോണിൽ കണ്ടേക്കാം. എന്ന് വെച്ചാൽ ചിലപ്പം എനിക്കൊന്നും ഇനിയിപ്പം 20 Hz to 120 Hz ഫീച്ചറൊക്കെ വന്നേക്കാം. എന്ന് വെച്ചാൽ ഓരോ ആപ്സ് ഒക്കെ ഇവിടെ നിങ്ങൾ മാറും തോറും അതിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ഫോണിൽ അവർ ചിലപ്പം കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഫോൺ 1-നകത്ത് ഇവിടെ ഫുൾ ടൈം 120 Hz ആയിരിക്കും. അതോടെ ബാറ്ററിയുടെ കൺസംഷൻ തന്നെ കൂടുതലൊക്കെ ആയിരിക്കും. അടുത്തത് ഈ ഒരു ഫോണിന്റെ പ്രോസസറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ്. അതും ഇപ്പം അണ്ടർക്ലോക്ഡ് ആവാനൊക്കെ പോവായിരിക്കും. ഈ ഒരു ഫോണിൽ 8 Gen 2 ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ 8 Gen 2 യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോണിന്റെ പ്രൈസിങ് ഒക്കെ അവർക്ക് കൂട്ടേണ്ടിയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് മിക്കവാറും സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആയിരിക്കും അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വാൾകമും നത്തിങ്ങുമായിട്ടൊക്കെ ഇപ്പം പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം അവരുടെ ഫോൺ 1 യൂസ് ചെയ്തത് സ്നാപ്ഡ്രാഗൺ 778G ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറെ പേര് ആ ഒരു ഫോണിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. പറഞ്ഞാൽ 778G ഒരു ഡീസെന്റ് ആയിട്ടുള്ള പ്രോസസർ ഒക്കെയാണ്. പക്ഷെ ഗെയിമേഴ്സ് ഒന്നും ആ ഒരു ഫോണിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു ഡൗൺ സൈഡ് ഒക്കെ ആയിരുന്നു ഫോൺ 1. പക്ഷെ ഫോൺ 2-നകത്ത് അവര് മൊത്തത്തിൽ മാറാൻ പോവാണ്. ഈ ഒരു ഫോണിന്റെ പ്രോസസറിലോട്ട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8 സീരീസ് ആയിരിക്കും ഈ വർഷം യൂസ് ചെയ്യാൻ പോകുന്നത്. ഗെയിമിങ്ങിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ വർഷം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കും. ഈ ഒരു ഫോൺ ഇപ്പം കമ്പീറ്റ് ചെയ്യാൻ പോകുന്ന OnePlus 11R ആയിട്ടും Nord 3 ഒക്കെ ആയിട്ടായിരിക്കും. പിന്നെ കൂടെ പുതിയ Neo 7 Pro ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഈ ഒരു ഫോൺ
ഇവിടെ കമ്പീറ്റ് ചെയ്യാനൊക്കെ പോവുകയായിരിക്കും. അപ്പം അതിനുവേണ്ടി അവർ ഈ ഒരു ഫോണിന്റെ സ്നാപ്ഡ്രാഗൺ 8+10 യൂസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫോൺ US മാർക്കറ്റിലൊക്കെ ലോഞ്ച് ആവാനൊക്കെ പോവുകയായിരിക്കും. അപ്പൊ US ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലീഡിങ് ആപ്പിളൊക്കെയാണ്. ആപ്പിളും റീപ്ലേസ് ചെയ്തില്ലെങ്കിലും അവിടെയുള്ള മേജർ ആയിട്ടുള്ള ചൈനീസ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ OnePlus ആയിക്കോട്ടെ, മോട്ടോറോള ആയിക്കോട്ടെ, അവരെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഫോണൊക്കെ ആയിരിക്കും നത്തിങ്ങിന്റെ ഫോൺ. നത്തിങ്ങിന് ഇവിടെ ചിലപ്പോൾ US 2ാം സ്ഥാനമൊക്കെ അയക്കാനാണ് അവർക്ക് വൻ വിജയമൊക്കെയാണ്. പിന്നെ അതേസമയം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നത്തിങ് ഫോൺ 1 ഇവിടെ ഇപ്പം ഡിസ്കണ്ടിന്യൂ ഒന്നും ആവുന്നൊന്നുമില്ല. ഈ ഒരു ഫോണും അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കും. അതൊന്നും ഓർത്ത് ഇവിടെ നിങ്ങൾ ഇവിടെ പേടിക്കേണ്ടൊന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പം നത്തിങ് ഫോൺ ഇപ്പൊ US ഇവിടെ ലോഞ്ച് ആവുകയാണെങ്കിൽ ഫോൺ 1ഉം അവരവിടെ വിൽക്കാനൊക്കെ പോവുകയായിരിക്കും. അപ്പൊ ഫോൺ 1ഉം ഫോൺ 2ഉം ഒരുമിച്ചായിരിക്കും ഇവിടെ വിൽക്കാനൊക്കെ പോകുന്നത്. പിന്നെ ഇവിടെ സോഫ്റ്റ്വെയറിനെ പറ്റി ഇവിടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ വരാൻ പോകുന്നത് നത്തിങ് OS 2 ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവര് ഇവിടെ ക്ലെയിം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അവർക്ക് സമയം വളരെ കുറവൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സോഫ്റ്റ്വെയറിലൊന്നും അധികം അവർക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫോൺ 1 ഇവിടെ ലോഞ്ച് ആയപ്പോൾ കുറെ ബഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലത്തെ കുറെ ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പുതിയൊരു ബ്രാൻഡ് ആയതുകൊണ്ട് അവർക്ക് അതിലൊന്നും വർക്ക് ചെയ്യാനൊന്നും സാധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഫോൺ 2-നകത്ത് അവരിവിടെ ഉറപ്പ് വരുത്തുകയാണ് ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയറിനെ പറ്റി. അപ്പൊ സോഫ്റ്റ്വെയർ ഇനി മുതൽ ഓക്സിജൻ OS ടൈപ്പ് ഒക്കെ ആവാൻ പോവുകയായിരിക്കും. അപ്പോൾ ഓക്സിജൻ OSന്റെ പഴയൊരു ഫീല് ഈ ഒരു ഫോണിലൊക്കെ കാണാൻ കിട്ടിയേക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബ്രാൻഡിന്റെ സോഫ്റ്റ്വെയർ ടീമിനകത്ത് വർക്ക് ചെയ്യുന്നത് 70% ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പഴയ OnePlusന്റെ തൊഴിലാളികളൊക്കെ ആയിരുന്നു. അവർ തന്നെയായിരിക്കും ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ബിൽഡ് ചെയ്യാൻ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഓക്സിജൻ OSന്റെ ഫീലൊക്കെ ഈ ഒരു ഫോണിൽ കിട്ടിയത്. ആദ്യമേ തന്നെ ഈ ഒരു ബ്രാൻഡ് ടെക് എന്തൂസിയസ്റ്റിനൊക്കെയാണ് അവർ കൂടുതൽ ഒക്കെ നോക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇനിയിപ്പോ ഫോൺ മേടിച്ചാൽ അവരിനി മെയിൻ സ്ട്രീമിലോട്ടൊക്കെ പോകത്തുള്ളൂ. അഥവാ ഈ ഒരു ഫോൺ ഇപ്പൊ ഹിറ്റ് ആവുകയാണെങ്കിൽ കുറെ പേരൊക്കെ ഈ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ ഇനി മുതൽ ചിലപ്പം അവർ ഈ ഗ്ലിഫ് ഇന്റർഫേസ് ഒക്കെ നിർത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ഇവരെ ടെക് എന്തൂസിയസ്റ്റ് ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലൊക്കെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം അവർ സാധാ ഫോൺസ് ഒക്കെ മാർക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അടുത്തത് ഈ ഒരു ഫോണിന്റെ ക്യാമറാസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ 2 റിയർ ക്യാമറാസ് ഒക്കെ ഉള്ളൂ. 3ഉം 4ഉം ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമ്മൾ ഇവിടെ ലീക്സിനകത്തൊക്കെ പ്രതീക്ഷിച്ച 3 ആയിരുന്നു. പക്ഷേ 2 റിയർ ക്യാമറാസ് തന്നെയായിരിക്കും അവരിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പ്രാവശ്യത്തെ മേജർ ചേഞ്ചസ് ഇവിടെ കാണിപ്പായി മെൻഷൻ ചെയ്യുന്നത് അതാണ് റോ HDR-ഉം പിന്നെ 4K at 60 FPS ഓപ്ഷനും പറഞ്ഞ വീഡിയോ റെക്കോർഡിംഗിൽ 4K at 60 കൂടെ ഫീച്ചറും കൂടെ ഒക്കെ ഈ ഒരു ഫോണിൽ വരാൻ പോവുകയാണ്. ESP ഒക്കെ ഇനി മുതൽ 4000 ടൈംസ് ബെറ്റർ ആവാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഈ ഒരു ക്യാമറയ്ക്കൊക്കെ എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫോട്ടോസും പിന്നെ വീഡിയോസ് ഒക്കെ ആയിരിക്കും കാണാനൊക്കെ പോകുന്നത്. പിന്നെ സെൽഫി ക്യാമറയിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 16 മെഗാ പിക്സലിനൊക്കെ പകരം ഇവിടെ നിങ്ങൾക്ക് 32 മെഗാ പിക്സലൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് മേജർലി ക്യാമറാസിനെ പറ്റിയുള്ളത്. അവസാനമായിട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ സ്റ്റോറേജ് ആൻഡ് റാമിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 256 GB വേരിയന്റ് ഒക്കെ ഉണ്ട് വിത്ത് 12 GB റാം വേരിയന്റ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വെർച്വൽ റാമിന്റെയും കൂടെ ഫീച്ചറൊക്കെ ഈ ഒരു ഫോണിൽ വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മേജർലി ഉള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി. അപ്പോൾ ജൂലൈ 11-ാം തീയതി ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം ഈ ഒരു ഫോൺ ലോഞ്ച് ആകുമ്പം. ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ ഒരു ഫോണിനെ പറ്റിയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം ഞാൻ ഈ വീഡിയോക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ ന്യൂസുകളോ വാർത്തകളോ വല്ലതൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഈ ചാനലിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. That's it guys, thanks for watching.